ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ മൈത്രേയി കുൽക്കർണി എഴുതിയ സിറിയ കി ബേട്ടി അഥവാ സിറിയയുടെ മകൾ എന്ന പാഠഭാഗത്തിലെ ടെക്സ്റ്റ് ബുക്ക് ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റികളും ചർച്ച ചെയ്യാം. ചോദ്യം 1. യഹാം അജബ് സി ബോറിയത് കാ പ്രയോഗ് ക്യോം കിയാ ഹോഗ? ഇവിടെ അസാധാരണമായ വിരസത എന്ന് പ്രയോഗിക്കാൻ കാരണമെന്ത്? ഉത്തരം: एयरपोर्ट पर फ्लाइट लेट होने, फोन बंद होने और कहीं बाहर न जा पाने के कारण लेखिका को बहुत मंद महसूस हो रहा था, इसलिए अजब सी बोरियत कहा गया. എയർപോർട്ടിൽ വിമാനം വൈകിയതും ഫോൺ ഓഫായതും പുറത്തു പോകാൻ കഴിയാത്തതും കാരണം എഴുത്തുകാരിക്ക് വലിയ മടുപ്പു തോന്നി. അതുകൊണ്ടാണ് അസാധാരണമായ വിരസത എന്ന് പറഞ്ഞത്. ചോദ്യം 2. लेखिका अपने बाबा से फोन पर बातें करने में असमर्थ थी. उस समय लेखिका के मन में क्या-क्या सोच आए होंगे? എഴുത്തുകാരിക്ക് തന്റെ അച്ഛനോട് ബാബ ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് എഴുത്തുകാരിയുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാവാം വന്നത്? ഉത്തരം: लेखिका को चिंता हो रही होगी कि घर पर उनके माता-पिता परेशान होंगे. वे अपनी कुशलता की खबर न दे पाने के कारण दुखी और बेचैन हुई होंगी. വീട്ടിൽ മാതാപിതാക്കൾ തന്നെ കാത്ത് വിഷമിക്കുന്നുണ്ടാകുമല്ലോ എന്ന് എഴുത്തുകാരി ഉത്കണ്ഠപ്പെട്ടിട്ടുണ്ടാകും. താൻ സുരക്ഷിതയാണെന്ന വിവരം അറിയിക്കാൻ കഴിയാത്തതിൽ അവർക്ക് സങ്കടവും അസ്വസ്ഥതയും തോന്നിയിട്ടുണ്ടാകും. ചോദ്യം 3. मैंने यात्रा के लिए यही दिन क्यों चुना? लेखिका के ऐसा सोचने का क्या कारण हो सकता है? യാത്രയ്ക്കായി ഞാൻ ഈ ദിവസം തന്നെ എന്തിന് തിരഞ്ഞെടുത്തു എന്ന് എഴുത്തുകാരി ചിന്തിക്കാൻ കാരണമെന്ത്? एयरपोर्ट पर बहुत भीड़ थी, फ्लाइट 24 घंटे लेट थी, उनके पास नकद पैसे नहीं थे और कार्ड भी काम नहीं कर रहे थे. प्यास लगने पर वे पानी भी नहीं खरीद पा रही थी. इन मुसीबतों से तंग आकर उन्होंने ऐसा सोचा होगा. വിമാനത്താവളത്തിൽ വൻ തിരക്കായിരുന്നു. വിമാനം 24 മണിക്കൂർ വൈകി. കയ്യിൽ പണമില്ലായിരുന്നു. കാർഡുകൾ പ്രവർത്തിക്കുന്നുമുണ്ടായിരുന്നില്ല. ദാഹിച്ചിട്ടൊരു കുപ്പി വെള്ളം പോലും വാങ്ങാൻ കഴിയാത്ത അത്രയും കഷ്ടപ്പാടുകൾ വന്നപ്പോഴാണ് അവരിങ്ങനെ ചിന്തിച്ചത്. ചോദ്യം 4. इस हंसी पर एक क्षण के लिए मैं सब भूल गई. लेखिका को ऐसा अनुभव क्यों हुआ? ആ പുഞ്ചിരിയിൽ ഒരു നിമിഷത്തേക്ക് ഞാൻ എല്ലാം മറന്നുപോയി. എഴുത്തുകാരിക്ക് അങ്ങനെ തോന്നാൻ കാരണമെന്ത്? लेखिका परेशानियों के कारण तनाव में थीं. तभी एक अजनबी सीरियाई लड़की ने निस्वार्थ भाव से उन्हें पानी दिया और एक सुंदर मुस्कान दी. उस लड़की की दयालुता और मासूमियत ने लेखिका का सारा तनाव कम कर दिया. കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എഴുത്തുകാരി. അപ്പോഴാണ് അപരിചിതയായ ഒരു സിറിയൻ പെൺകുട്ടി യാതൊരു ലാഭേച്ഛയുമില്ലാതെ അവർക്ക് വെള്ളം നൽകുകയും മനോഹരമായി പുഞ്ചിരിക്കുകയും ചെയ്തത്. ആ പെൺകുട്ടിയുടെ കരുണയും നിഷ്കളങ്കതയും എഴുത്തുകാരിയുടെ മുഴുവൻ വിഷമങ്ങളും കുറയ്ക്കാൻ കാരണമായി. ചോദ്യം 5. पानी के उस घूंट ने और उसकी हंसी ने या दोनों ने मिलकर मुझे एक मीठे एहसास से भर दिया था. इस प्रस्ताव से आप क्या समझे? ആ വെള്ളത്തിന്റെ ഇറക്കവും അവളുടെ പുഞ്ചിരിയും അല്ലെങ്കിൽ രണ്ടും കൂടി എന്നെ ഒരു മധുരമായ അനുഭൂതിയാൽ നിറച്ചു. ഈ വരികളിൽ നിന്നും നിങ്ങൾക്ക് എന്തു മനസ്സിലായി? इसका अर्थ है कि संकट के समय किसी अजनबी की छोटी सी मदद और प्यार भरा व्यवहार हमें बहुत मानसिक शांति और खुशी देता है. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു അപരിചിതനിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ സഹായവും സ്നേഹവും നമുക്ക് വലിയ ആശ്വാസവും സന്തോഷവും നൽകുന്നു എന്നാണ് ഈ വരികളിലൂടെ മനസ്സിലാക്കുന്നത്. ചോദ്യം 6. आइन युद्ध के समय यह वहां क्यों जा रही है? यह सवाल मेरे चेहरे पर झलक उठा था. लेखिका ने ऐसा क्यों सोचा होगा? യുദ്ധം കൊടുമ്പിരിക്കുന്ന ഈ സമയത്ത് അവൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ഈ ചോദ്യം എന്റെ മുഖത്ത് പ്രകടമായിരുന്നു. എഴുത്തുകാരി ഇങ്ങനെ ചിന്തിക്കാൻ കാരണമെന്തായിരിക്കും? सीरिया में युद्ध चल रहा था. अपनी जान की परवाह किए बिना कोई युद्ध के बीच क्यों जाएगा? यही सोचकर लेखिका को चिंता हुई. സിറിയയിൽ കടുത്ത യുദ്ധം നടക്കുകയായിരുന്നു. സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ ആരെങ്കിലും യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമോ എന്ന ചിന്തയിലാണ് എഴുത്തുകാരിക്ക് ആശങ്ക തോന്നിയത്. ചോദ്യം 7. मेरा सवाल 24 घंटे का था, पर उसका? इस कथन की गहराई पर अपना विचार प्रकट करें. എന്റെ ചോദ്യം 24 മണിക്കൂറിനെക്കുറിച്ചായിരുന്നു, എന്നാൽ അവളുടേതോ? ഈ പ്രസ്താവനയുടെ ആഴത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക.
लेखिका की समस्या केवल एक दिन की फ्लाइट की देरी थी, जबकि उस लड़की की समस्या जीवन और मृत्यु की थी। वो अनिश्चित भविष्य और युद्ध के बीच जा रही थी। എഴുത്തുകാരിയുടെ പ്രശ്നം വെറുമൊരു ദിവസത്തെ വിമാനയാത്ര വൈകുന്നതായിരുന്നു. എന്നാൽ ആ പെൺകുട്ടി പോകുന്നത് യുദ്ധത്തിലേക്കാണ്. അവളുടെ പ്രശ്നം ജീവിതവും മരണവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ചോദ്യം 8. मैंने पहली बार युद्ध को इतने करीब से जाना था. ലേഖിക ऐसा क्यों सोचती है? ഞാൻ ആദ്യമായാണ് യുദ്ധത്തെ ഇത്ര അടുത്തറിയുന്നത്. എഴുത്തുകാരി ഇങ്ങനെ ചിന്തിക്കാൻ കാരണമെന്ത്? ഉത്തരം: युद्ध की खबरों को सुनना अलग बात है, लेकिन एक युद्ध पीड़ित से मिलकर उसके दर्द और मजबूरी को महसूस करना युद्ध को करीब से जानना है. യുദ്ധവാർത്തകൾ കേൾക്കുന്നതുപോലെയല്ല യുദ്ധം അനുഭവിക്കുന്ന ഒരാളെ നേരിട്ട് കണ്ട് അവരുടെ വേദനയും നിസ്സഹായ അവസ്ഥയും മനസ്സിലാക്കുന്നത്. ആ പെൺകുട്ടിയിലൂടെ എഴുത്തുകാരി യുദ്ധത്തിന്റെ യഥാർത്ഥ ദുരിതം തിരിച്ചറിഞ്ഞു. കുട്ടികളെ, ഇനി നമുക്ക് ആക്ടിവിറ്റികൾ പരിശോധിക്കാം. ആകെ സഹി മിലാൻ കരേ. ശരിയായി യോജിപ്പിക്കുക. ഉത്തരം പറയാം. छोटे बच्चे की आंखें कलियों की तरह उभरी हुई थीं. അർത്ഥം: കൊച്ചുകുട്ടിയുടെ കണ്ണുകൾ വിടർന്ന പൂമൊട്ടുകളെ പോലെയായിരുന്നു. युद्ध की हर कहानी बेचैन करने वाली होती है. അർത്ഥം: യുദ്ധത്തിന്റെ ഓരോ കഥയും മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതാണ്. युद्ध के समय सीरिया के लोग डर के साये में जीते थे. അർത്ഥം: യുദ്ധസമയത്ത് സിറിയയിലെ ജനങ്ങൾ ഭയത്തിന്റെ നിഴലിലാണ് ജീവിച്ചിരുന്നത്. അടുത്ത ചോദ്യം. निम्नलिखित वाक्य पढ़ें और प्रत्येक वाक्य के आधार पर लड़की के मनोभाव लिखें. താഴെ പറയുന്ന വാചകങ്ങൾ വായിക്കുക. ഓരോ വാചകത്തിന്റെയും അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ മനോഭാവം എഴുതുക. 1. उसने अपनी पानी की बोतल मेरी तरफ बढ़ाई. टेक इट, इट्स फॉर यू. അവൾ തന്റെ വെള്ളക്കുപ്പി എനിക്ക് നേരെ നീട്ടി. ഇതെടുത്തോളൂ, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഉത്തരം: ഭാരത और दया. ഔദാര്യവും ദയയും. സീരിയ जा रही हूँ अपने മാതാപിതാ के पास. സീരിയയിലേക്ക് പോകുകയാണ്, എന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക്. ഉത്തരം: സാഹസ് और മാതാപിതാ के प्रति प्रेम. ധൈര്യവും മാതാപിതാക്കളോടുള്ള സ്നേഹവും. वह बोली कि माँ की तबीयत ठीक नहीं है, मैं जाऊंगी तो कुछ मदद हो जाएगी. അമ്മയ്ക്ക് സുഖമില്ലെന്നും താൻ ചെന്നാൽ എന്തെങ്കിലും സഹായമാകുമെന്നും അവൾ പറഞ്ഞു. ഉത്തരം: സേവാഭാവ് और जिम्मेदारी. സേവന മനോഭാവവും ഉത്തരവാദിത്തബോധവും. വാക്യോं का विश्लेषण करें. വാക്യങ്ങൾ വിശകലനം ചെയ്യുക. വാക്യങ്ങൾ: मेरी शरीर में टूटन थी. मेरे पूरे शरीर में टूटन थी. വിശകലനം അനാലിസിസ്. വാക്യം 1. ഇത് എഴുത്തുകാരിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ക്ഷീണവും തളർച്ചയും സൂചിപ്പിക്കുന്നു. വാക്യം 2. ഇവിടെ പൂരെ മുഴുവൻ എന്ന വാക്ക് ചേർത്തിരിക്കുന്നു. പ്രത്യേകത: രണ്ടാമത്തെ വാക്യത്തിൽ പൂൾ എന്ന വാക്ക് ഉപയോഗിച്ചതിലൂടെ തളർച്ചയും വേദനയും ശരീരമാകെ വ്യാപിച്ചിരുന്നുവെന്ന് ശക്തമായി വ്യക്തമാക്കുന്നു. എഴുത്തുകാരി എത്രത്തോളം ശാരീരികമായി അവശയായിരുന്നുവെന്ന് ഊന്നിപ്പറയാനാണ് ഈ വിശേഷണം ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം. ഉചിത ശബ്ദ ജോഡ്കർ വാക്യോं का പുനർലേഖൻ കരേം. ഉചിതമായ വാക്ക് ചേർത്ത് വാചകങ്ങൾ വീണ്ടും എഴുതുക. നൽകിയിരിക്കുന്ന വാക്കുകൾ: ചൽത്തി കത്തുന്ന, സഫേദ് വെള്ള, ഛോട്ട ചെറിയ, ഗരം ഗരം ചൂടുള്ള. ഉത്തരം: वो एक सफेद बुर्का पहने थी. അവൾ ഒരു വെള്ള ബുർക്ക ധരിച്ചിരുന്നു. उसके बाजू में एक छोटा बच्चा था. അവളുടെ അടുത്ത് ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു. माँ ने घर पर गरम गरम पोहा तैयार करके रखा होगा. അമ്മ വീട്ടിൽ ചൂടുള്ള അവൽ വിഭവം തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. गिरती घर और चलती इमारतों की फोटो आने लगी. തകർന്നു വീഴുന്ന വീടുകളുടെയും കത്തുന്ന കെട്ടിടങ്ങളുടെയും ചിത്രങ്ങൾ വരാൻ തുടങ്ങി. അടുത്ത ചോദ്യം. युद्ध से बनी अनिश्चितता में लेखिका को टर्की एयरपोर्ट में एक दिन घंटों गुजारना पड़ा. उस दिन के अनुभवों के आधार पर लेखिका डायरी लिखती है. लेखिका की वह डायरी कल्पना करके लिखें. ഉത്തരം: യുദ്ധം കാരണമുണ്ടായ അനിശ്ചിതത്വത്തിൽ എഴുത്തുകാരിക്ക് ടർക്കി എയർപോർട്ടിൽ ഒരു ദിവസം മണിക്കൂറുകളോളം ചെലവഴിക്കേണ്ടി വന്നു.
ആ ദിവസത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുത്തുകാരി ഡയറി എഴുതുന്നു. എഴുത്തുകാരിയുടെ ആ ഡയറി സങ്കൽപ്പിച്ച് എഴുതുക. ഡയറി. ആജ് കാ ദിൻ ബഹുത് ഹി തനാവ് പൂർൺ രഹാ. ഇന്നത്തെ ദിവസം വളരെ സമ്മർദ്ദമുണ്ടാക്കുന്നതായിരുന്നു. ടർക്കി എയർപോർട്ട് पर भीड़ और फ्लाइट की देरी ने मुझे थका दिया था. ടർക്കി എയർപോർട്ടിലെ തിരക്കും വിമാനം വൈകിയതും എന്നെ വല്ലാതെ തളർത്തി. ഫോൺ की बैटरी खत्म थी और पानी खरीदने के लिए पैसे भी नहीं थे. ഫോണിലെ ചാർജ് തീർന്നു, വെള്ളം വാങ്ങാൻ കയ്യിൽ പണവുമില്ലായിരുന്നു. തभी एक सीरियन लड़की फरिश्ता बनकर आई और मुझे पानी पिलाया. അപ്പോഴാണ് ഒരു സിറിയൻ പെൺകുട്ടി മാലാഖയെ പോലെ വന്ന് എനിക്ക് വെള്ളം നൽകിയത്. वो भयंकर युद्ध के बीच अपने मातापिता के पास जा रही थी. കടുത്ത യുദ്ധത്തിനിടയിലും അവൾ തന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോവുകയായിരുന്നു. ഉസ്കി ഹിമ്മത്ത് ദേഖ്കർ മേരാ ദുഃഖ് ഛോട്ടാ ലഗ്നെ ലഗാ. അവളുടെ ധൈര്യം കണ്ടപ്പോൾ എന്റെ ദുഃഖങ്ങൾ വളരെ ചെറുതാണെന്നെനിക്ക് തോന്നി. അടുത്ത ചോദ്യം. सीरिया जाने वाली लड़की की ചരിത്രഗത് വിശേഷതവും पर टिप्पणी लिखें. സിറിയയിലേക്ക് പോകുന്ന പെൺകുട്ടിയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുക. ഉത്തരം ഞാൻ ഇവിടെ കാണിക്കുന്നു. കൂടെ അർത്ഥവുമുണ്ട്. അനുബന്ധകാര്യ. युद्ध की हर कहानी ही बेचैन करने वाली होती है. युद्ध के विरुद्ध नारे बनाएं. യുദ്ധത്തിന്റെ ഓരോ കഥയും അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. ഇതിനെ ആസ്പദമാക്കി യുദ്ധത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കുക. ഉത്തരം. യുദ്ധ നഹി ശാന്തി ചാഹിയേ, ദുനിയാ കോ ഖുഷ്ഹാലി ചാഹിയേ. യുദ്ധമല്ല, സമാധാനമാണ് വേണ്ടത്, ലോകത്തിന് ഐശ്വര്യമാണ് വേണ്ടത്. ബന്ദ് കരോ യഹ് യുദ്ധ കാ ഷോർ, മാനവതാ കി ഹോ നയി ഭോർ. നിർത്തൂ ഈ യുദ്ധത്തിന്റെ ശബ്ദം, മാനവികതയുടെ പുതിയ പുലരിയുണ്ടാകട്ടെ. യുദ്ധ് വിനാശ് ലാത്താ ഹെ, ശാന്തി ഖുഷിയാം ബർസാത്താ ഹെ. യുദ്ധം വിനാശം കൊണ്ടുവരുന്നു, സമാധാനം സന്തോഷം വർഷിക്കുന്നു. ഹഥിയാർ ഛോടോ പ്യാർ ജോടോ. ആയുധങ്ങൾ ഉപേക്ഷിക്കൂ, സ്നേഹം വളർത്തൂ. അടുത്തത്. मैंने पहली बार युद्ध को इतने करीब से जाना था. यहाँ युद्ध के क्या-क्या चित्र आपके मन में आते हैं? युद्ध पर विवरण लिखें. ഞാൻ ആദ്യമായാണ് യുദ്ധത്തെ ഇത്ര അടുത്തറിയുന്നത്. ഇവിടെ യുദ്ധത്തെക്കുറിച്ച് എന്തൊക്കെ ചിത്രങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? യുദ്ധത്തെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. ഉത്തരം. സെൻസ്മരൺ കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേം. സ്മരണയുടെ അടിസ്ഥാനത്തിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം. സഫേദ് ബുർക്ക പെഹ്നി ലഡ്കീനെ പാനി കി ബോട്ടിൽ ലേഖികാക്കോ ദി. വെള്ള ബുർക്ക ധരിച്ച പെൺകുട്ടി എഴുത്തുകാരിക്ക് വെള്ളക്കുപ്പി നൽകി. മാ ബാപ് की देखभाल के लिए युद्ध के समय पर भी लड़की सीरिया में अपने घर जा रही थी. യുദ്ധസമയത്തും തന്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിനായി പെൺകുട്ടി സിറിയയിലെ തന്റെ വീട്ടിലേക്ക് പോകുകയായിരുന്നു. അടുത്ത ചോദ്യം. വിശേഷ് ദിവസ്. फरवरी और मार्च महीनों के विशेष दिवसों को पहचानें. कम से कम 5 विशेष दिवसों को सूचीबद्ध करें. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ വിശേഷ് ദിവസങ്ങൾ കണ്ടെത്തുക. കുറഞ്ഞത് 5 വിശേഷ് ദിവസങ്ങളെങ്കിലും പട്ടികപ്പെടുത്തുക. ഇതോടെ നമ്മുടെ പാഠത്തിലെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തണം. നന്ദി.